ഏരൂർ നെട്ടയം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ ക്ഷേത്രം, ഗുരുമന്ദിരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും സാമൂഹിക വിരുദ്ധ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. മുൻമന്ത്രിയും പുനലൂർ എംഎൽഎയുമായിരുന്ന കെ രാജുവിന്റെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേജിന് ഉൾവശത്തെ 2 ടോയ്ലറ്റുകളും സാമൂഹിക വിരുദ്ധർ അടിച്ചു നശിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പുറത്ത് സ്ഥാപിച്ചിരുന്ന പൈപ്പുകൾ നശിപ്പിക്കുകയും ചിലത് ഇളക്കി കടത്തുകയും ചെയ്തിട്ടുണ്ട്. ജനലുകൾ തകർത്ത് ക്ലോസറ്റുകൾ ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ചു. തടി കൊണ്ട് നിർമ്മിച്ച കതക് ചവിട്ടിപ്പൊളിച്ചാണ് സാമൂഹിക വിരുദ്ധർ ഇവിടെ താണ്ഡവമാടുന്നത്. സ്കൂളിലെയും സമീപത്തെ SNDP ശാഖ, ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പൊതുപരിപാടികൾ, പൊതുയോഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത് ഈ സ്റ്റേഡിയത്തിലും പരിസരത്തും വെച്ചാണ്. പ്രധാന റോഡിൽ നിന്നും അല്പം അകത്തോട്ടായതിനാൽ തന്നെ മദ്യപിക്കുന്നതിനും മറ്റ് നിയമലംഘനങ്ങൾക്കും പറ്റിയ ഇടമായി മാറിയിരിക്കുകയാണ് ഈ കലാലയമുറ്റം. മുമ്പ് പോലീസ് പരിശോധന കർശനമായിരുന്നു. ഈ സമയത്ത് അല്പം ഒരു കുറവ് വന്ന സാമൂഹിക വിരുദ്ധ ശല്യം ഇപ്പോൾ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. ഇതോടെ സമീപത്തെ ഗുരുമന്ദിരം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ CCTV ക്യാമറ സ്ഥാപിച്ചിരിക്കുകയാണിപ്പോൾ. 8ഓളം ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഈ ക്യാമറകളോടൊപ്പം സ്കൂൾ ക്യാമറകൾ കൂടിയാകുമ്പോൾ സാമൂഹിക വിരുദ്ധ ശല്യം കുറയ്ക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നാട്ടുകാർക്കും സ്കൂൾ അധികൃതർക്കും ക്ഷേത്രം, ഗുരുമന്ദിരം ഭാരവാഹികൾക്കുമുള്ളത്. നെട്ടയം ഗവൺമെൻറ് ഹൈസ്കൂളിന് നമ്മുടെ MLA രാജു സാർ അവർ ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച ഒരു ഓഡിറ്റോറിയമാണിത്. സ്റ്റേഡിയം കഴിഞ്ഞ കാലാകാലങ്ങളായി ഇത് സാമൂഹ്യ വിരുദ്ധ ശല്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈ സ്റ്റേഡിയം മാത്രമല്ല, നമ്മുടെ ഗുരുദേവ ഓഡിറ്റോറിയത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ബാത്റൂമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ചവിട്ടി പൊളിച്ച് അത്രത്തോളം ഈ ശല്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ആരാണ് ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. പ്രാദേശികമാകാം, അല്ലെങ്കിൽ പുറത്തുനിന്നാകാം. എന്തോ ആയാലും നമുക്ക് ഉത്സവങ്ങളും മറ്റ് പരിപാടികളെല്ലാം, സ്കൂളിൻ്റെ പ്രോഗ്രാമായാലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് ഈ സ്റ്റേഡിയം നമുക്ക് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഉത്സവം വരികയാണ്. ഏപ്രിൽ 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെ ഉത്സവം നടത്തുവാനും ഇന്ന് ഈ സ്റ്റേഡിയം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ അടുത്ത സമയത്തായി നമ്മൾ ക്ഷേത്രത്തിൽ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ശല്യങ്ങൾ കുറച്ച് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. എങ്കിലും നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ ആസ്പെറ്റാസ് പിന്നെ ഇതുപോലെ ബോളടിച്ചുമൊക്കെ തകർത്ത് ഇട്ടിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കിത് ചുറ്റുപാടും കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. പോലീസിന്റെ രാത്രികാല പരിശോധന കർശനമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നാട്ടുവാർത്ത, അഞ്ചൽ.